പ്രിപ്പറേഷൻസ് മസ്റ്റാണ്. തലേ ദിവസമുള്ള പ്രിപ്പറേഷൻ ഒന്നും ഇതിന് പറ്റില്ല. നമ്മൾ നല്ല പ്ലാൻഡ് ആയിരിക്കണം, പ്രിപ്പയർഡ് ആയിരിക്കണം. വീഡിയോസ് കണ്ടിട്ടും പിന്നെ കുറേ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടും പിന്നെ എനിക്ക് കിട്ടിയ ഇൻ്റർവ്യൂസിൻ്റെ ബേസിലൊക്കെ എനിക്ക് മനസ്സിലായ കാര്യമാണ്, മിക്കവാറും ഏത് ജോലിക്കാണെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. പിന്നെ ടെക്നീഷ്യൻ റോൾ തന്നെ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ് റോൾ തന്നെ ആവണമെന്നൊന്നുമില്ല. മെയിനായിട്ടും കോമ്പീറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ടെക്നിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഓക്കെ, ടെക്നിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ്ജക്ട് നോളജ് ആയിരിക്കും അതിനകത്ത് മെയിനായിട്ട് വരുന്നത്. നമ്മൾ എന്താണോ പഠിച്ചത് അതായിരിക്കും മിക്കവാറും ചോദിക്കാൻ പോകണം. അപ്പോൾ അതും ഈ ജോബ് റോളുമായിട്ട് എങ്ങനെ മാച്ച് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ ജോബ് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. പിന്നെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിക്കുക. പിന്നെ നമ്മൾ പഠിച്ചതും അതുമായിട്ട് നമ്മൾ കണക്ഷൻ എങ്ങനെയാണ്. ഇപ്പോൾ കെമിസ്ട്രി ആണ് ഞാൻ പഠിച്ചത്, അപ്പം എൻ്റെ സബ്ജക്റ്റ് കെമിസ്ട്രി ആയിരുന്നു. അപ്പം അതും അതുപോലെ ഞാൻ ഫോർമുലേഷൻ കോസ്മെറ്റിക് സയൻസ് എന്ന് പഠിച്ചിരുന്നു ഇവിടെ PG. അപ്പം അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കാലിബ്രേഷൻ, ഒരു pH മീറ്റർ എങ്ങനെ കാലിബ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾക്ക് ലാബിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു കോഷ് ഫോം എന്താണ്, റെഗുലേഷൻസ് എന്തൊക്കെയാണ്, നമ്മളൊരു കമ്പനിയിലെ റെഗുലേറ്ററി ബോഡി എന്തിനാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. എന്താണ് GMP എന്താണ്, അല്ലെങ്കിൽ റിസ്ക് അസസ്മെൻറ്റ്സ് ഒക്കെ എന്തിനാണ്, അത് കുഞ്ഞു കുഞ്ഞു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ലാബിൽ എങ്ങനെയൊക്കെയാണെന്നുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ വേറെ. പിന്നെ നമ്മുടെ സബ്ജക്റ്റ് ഇപ്പോൾ എൻ്റെ റോള് ഫോർമുലേഷൻ ടെക്നീഷ്യൻ ആണെങ്കിൽ നമ്മൾ എന്താണ് ഫോർമുലേറ്റ് ചെയ്യാൻ പോകുന്നത്, ആ കമ്പനിയിൽ ഫോർമുലേറ്റ് ചെയ്യാൻ പോകുന്ന സാധനങ്ങൾ അതെങ്ങനെയാണ്, അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് വേണം. നമ്മൾ ഒരു വലിയ ഷീറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഒരു കുറച്ച് ബോണ്ട് പേപ്പേഴ്സ് കളക്ട്, അല്ലെങ്കിൽ ഒരു ബുക്ക് എടുക്കുക. എന്നിട്ട് അതിൽ ഒരു പാർട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ ടെക്നിക്കൽ പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് നമ്മുടെ കമ്പനീനെ കുറിച്ചൊക്കെ നമുക്ക് റെഫർ ചെയ്തിട്ട് എഴുതാം. കമ്പനിയുടെ കറണ്ട് പ്രൊഡക്ട്സ്, അതിന് മുമ്പത്തെ പ്രൊഡക്ട്സ്, ഇപ്പം അതിൻ്റെ എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു കമ്പനി തിരഞ്ഞെടുത്തു, അത് നമ്മുടെ നോളജ്, നമ്മുടെ ഇൻട്രസ്റ്റും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് എങ്ങനെ അലൈൻ ചെയ്യുന്നു, പിന്നെ നമ്മുടെ ഗോൾ എങ്ങനെയാണ്, പിന്നെ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻസിന് കെമിസ്ട്രി ബേസ്ഡ് അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റ് വെച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ടെക്നിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ തയ്യാറാക്കണം. നമ്മളിങ്ങനെ വെറുതെ ഊഹിക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ ചെന്നിരിക്കുകയാണെങ്കിൽ എന്നോട് എന്തൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഗൂഗിൾ ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കുക, ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമ്മൾ തന്നെ നന്നായിട്ട് എഴുതി വയ്ക്കുക മീൻസ് പോയിന്റ് വെറുതെ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ പോയിന്റ് ആലോചിച്ച് ഇങ്ങനെ പറയാം. അങ്ങനെ ഫുൾ കാണാപ്പാടം പഠിച്ചു വയ്ക്കുകയല്ല, ഇങ്ങനെ ജസ്റ്റ് പോയിന്റ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരുപാട് ഒന്നൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. വേഗം പറഞ്ഞു ഒരു ഫ്ലോ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് ടെക്നിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. രണ്ടാമത്തെ കാറ്റഗറിയാണ് കോമ്പീറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. അതിനകത്ത് ചോദിക്കുന്നത് മിക്കവാറും നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറൊക്കെ എങ്ങനെയാണെന്ന് അവർ അളക്കുന്നതാണത്. പിന്നെ നമ്മളെ ഒരു ടീമിൽ നമ്മളെങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രോബ്ലം സോൾവിങ് സിറ്റുവേഷൻ നമ്മളെങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് എങ്ങനെയാണ്, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ മിക്കവാറും സിറ്റുവേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾ ഇതിന് മുന്നേ നിങ്ങൾക്ക് ടീമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയാമോ, അല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ നേരിട്ടൊരു കോൺഫ്ലിക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ എങ്ങനെയാണ് ഫേസ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ ടെക്നിക്സ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ. കോമ്പീറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സിറ്റുവേഷൻ എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിനൊരു എളുപ്പവഴിയുണ്ട്. നമ്മൾ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡാണ് യൂസ് ചെയ്യുക. ഞാനത് കുറേ വീഡിയോസിൽ കണ്ടിട്ടുള്ളതാണ്, യൂട്യൂബ് വീഡിയോസിൽ കണ്ടിട്ടുള്ളതാണ്. ഞാനും അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തതൊക്കെ. അപ്പോൾ എനിക്ക് വളരെയധികം ഉണ്ടായിരുന്നു. എൻ്റെ ലാസ്റ്റ് ഇൻ്റർവ്യൂവിൽ എൻ്റെ അടുത്തൊരു 20ഓളം ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതിൽ 10ഓളം ക്വസ്റ്റ്യൻസ്, അതായത് ഹാഫോളം ക്വസ്റ്റ്യൻസ് കോമ്പീറ്റൻസി ബേസ്ഡും ഹാഫ് ടെക്നിക്കൽ ബേസ്ഡ് ആയിരുന്നു. അപ്പോൾ ഈ കോമ്പീറ്റൻസി ചോദിച്ചപ്പോൾ എനിക്ക് വളരെ എളുപ്പമായിട്ട് തോന്നി. കാരണം ഞാൻ പ്രിപ്പയർ ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ കുറേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇതേ പാറ്റേൺ, ഇതേ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരിക്കും ചോദിക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിരുന്നു എനിക്ക് കോമ്പീറ്റൻസി ബേസ്ഡ് ഒക്കെ. പക്ഷേ ടെക്നിക്കലൊക്കെ വ്യത്യാസം ഉണ്ടാവും, കാരണം നമ്മൾ കമ്പനിയും നമ്മൾ പ്രോഡക്ട്സും എല്ലാം മാറുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേറെ പഠിക്കേണ്ടി വരും. പക്ഷേ ഈ കോമ്പീറ്റൻസി സുഖമാണ്, നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട്, അതായത് പോയിന്റ്സ് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർ എന്ന് പറഞ്ഞ മെത്തേഡ്, STAR
അതായത് സിറ്റുവേഷൻ, ടാസ്ക്, ആക്ഷൻ, റിസൾട്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ പറയാനായിട്ട്. നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ട് വേണം സംസാരിക്കാൻ. അല്ലാതെ നമ്മൾ ഒരു വെറുതെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ ഈ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ഉപകാരം ഉണ്ടായി എന്നിട്ട് ഞാൻ പറയുകയാണ് ഇന്നതാണ് എൻ്റെ എക്സ്പീരിയൻസ്, അങ്ങനെ പറയാൻ പാടില്ല. ഫസ്റ്റ് നമ്മൾ എന്താണ് സിറ്റുവേഷൻ പറയാം, പിന്നെ നമ്മൾ എന്തായിരുന്നു ആ സിറ്റുവേഷൻ, നമുക്ക് നമ്മുടെ ടാസ്ക് എന്തായിരുന്നു, അപ്പോൾ അതിൽ ഞാൻ അത് ഓവർകം ചെയ്യാൻ എന്ത് ആക്ഷനാണ് എടുത്തത്, എന്നിട്ട് അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഔട്ട്കം, നമുക്കതെങ്ങനെയാണ് നമുക്കത് അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടിയതെന്നുള്ളത് അങ്ങനെ പറയാം. ഓക്കെ, അല്ലാതെ തന്നെ വാലും തുമ്പും ഇല്ലാത്ത രീതിയിലാക്കരുത്. അപ്പം അങ്ങനെ ആക്കാതെ സ്ട്രക്ചേർഡായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, അതായിരുന്നു ഞാൻ യൂസ് ചെയ്തിരുന്നൊരു സാധനം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ 2 കാറ്റഗറി ആയിട്ട് അത് അങ്ങനെ ഒരു പാറ്റേൺ കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്, നമ്മൾ CV കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. CV കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര നന്നായിട്ട് ഒരു റിസർച്ച് തന്നെ ചെയ്യണം. കമ്പനീനെ കുറിച്ചും അതിനെക്കുറിച്ച് മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റുന്ന കളക്ട് ചെയ്ത് എഴുതി വെച്ച് നമ്മൾ പറയാൻ പ്രിപ്പയർ ആയിട്ടിരിക്കണം. നമ്മൾ ഒരു ഇൻ്റർവ്യൂവർ ആവണം, നമ്മളോട് തന്നെ നമ്മൾ തന്നെ ഇൻ്റർവ്യൂ ചെയ്യണം നമ്മൾ. ഓക്കെ, അങ്ങനെ ഞാൻ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടിരുന്നു. എൻ്റെ ലാസ്റ്റ് ഇൻ്റർവ്യൂവിന് ഒക്കെ എനിക്ക് നല്ലോണം ഉപകാരപ്പെട്ടിരുന്നു. അങ്ങനെ പിന്നെ അപ്പം നമുക്കിങ്ങനെ ഓർത്തോർത്ത് ഇരിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മുടെ കയ്യിൽ പോയിന്റ് ഉണ്ട്. ഇപ്പം ഫസ്റ്റ് തന്നെ മിക്കവാറും ഒരു സെൽഫ് ഇൻട്രോ പറയാനായിരിക്കും. അത് ആദ്യം അവരുടെ സെൽഫ് ഇൻട്രോ പറയും, ഞങ്ങൾ ഈ കമ്പനിയിൽ ഇന്ന ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എന്നിട്ട് പറയും യു ക്യാൻ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറയും. അപ്പം നമ്മൾ ആ ചോദ്യം പ്രതീക്ഷിക്കണം. നമുക്കറിയാം ഇവർ ഇൻട്രൊഡ്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ ടേൺ ആണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അവർ പറയണമെന്ന് ശ്രദ്ധിക്കണം. അവരെന്താണ് റോൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം വെറുതെ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ടേൺ ആകുമ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ ഓരോ ചോദ്യങ്ങൾ വരുമ്പോഴും നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു വേർഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വന്നു, ഞാൻ ഇന്ന സിറ്റുവേഷനാണ് ഞാൻ ഓർത്ത് വെച്ചേക്കണേ. അപ്പം അത് പറയാൻ ശ്രമിക്കുക നല്ല രീതിയിൽ. അതിനൊരു നല്ല ഇൻട്രോയും നല്ലൊരു എൻഡിങ് ഒക്കെ ആക്കി നല്ല രീതിയിൽ, അപ്പോൾ ഒരു ഫ്ലോ ഉണ്ട്. അപ്പോൾ അവർക്ക് തന്നെ കേൾക്കുമ്പോൾ നല്ല രസം തോന്നും അത്. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ പാസ്സായതും എനിക്കൊരു ജോലി കിട്ടിയതും. അപ്പം ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ. അപ്പം ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് നാളെയോ മറ്റന്നാളോ ഒക്കെ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുക. കോൺഫിഡൻ്റ് ആയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഈ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ എന്തായാലും നിങ്ങൾ പാസ്സാവും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ഓക്കെ, ബൈ.